തീ വളരെ കഠിനമാടു. നിന്റെ വീട്ടിൽ കാണുന്ന തീയുണ്ടല്ലോ, അത് നരകത്തിലെ തീയുടെ 70% മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യുവതലമുറയോട് ഉസ്താദന്മാര് പ്രസംഗം നടത്തുമ്പോ ചെറുപ്പക്കാര് ചോദിക്കുന്ന, ഉസ്താദ് ഇതൊക്കെ പ്രായമുള്ളവരോട് ചെന്ന് പറ, ഇതൊക്കെ പ്രായമുള്ളവരോട് ചെന്നിട്ട് നരകത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കൂ. ഞങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാ, സ്വപ്നലോകത്ത് ജീവിക്കാനുള്ളവരല്ല. പടച്ചവനെ പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് പറയുന്ന നരകത്തിലതും അധികവും പെണ്ണുങ്ങളാണ്. ആ സമയത്ത് പെൺകുട്ടികൾ പറയുന്നത്, ഉസ്താദേ എല്ലാവരും സ്വർഗത്തിൽ പോയാ നരകത്തിലും പോകാൻ ആള് വേണമല്ലോ, ഞങ്ങളെ നരകത്തിൽ പൊക്കള. എവിടെയാ ഉസ്താദേ നരകം ഇരിക്കുന്നത്? നിങ്ങൾ പറയുന്ന ഈ കാണുന്ന വലിയ നരകമുണ്ടല്ലോ, ഈ നരകം ഇരിക്കുന്നത് എവിടെയാ? ആകാശത്തിലാണോ, ഭൂമിയുടെ അടിയിലാണോ, അതോ കടലിനടിയിലാണോ, എവിടെയാണെന്ന് ചോദിച്ചു പരിഹസിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഞങ്ങളൊക്കെ നരകത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോ വിശ്വസിക്കാൻ മനസ്സില്ലാത്തവര് അത് എവിടെയാണെന്ന് ചോദിച്ച് കളിയാക്കുന്ന യുവത്വമേ, ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലെങ്കിലോ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ, എങ്കിലും നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമടോ. അള്ളാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തെ അള്ളാഹു നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമുണ്ടല്ലോ. എപ്പോഴാണ് കൊണ്ടുവരുന്നതെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമതും മുതുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ടു നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, ഇതുപോലെ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമല്ല പേടിച്ചു വിറച്ചുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ചെറുപ്പക്കാരാ, 9:30 ആയല്ലോ, ശരീരത്തുകൂടെ വിയർപ്പ് തുള്ളി ഒഴുകുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ. ശരീരം വിയർക്കുമ്പോ സൂര്യൻ അസ്തമിച്ചിട്ട് പോലും ചൂട് താങ്ങാൻ പറ്റുന്നില്ല. 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യന് അത് അസ്തമിച്ചിട്ടും ചൂട് താങ്ങാൻ പറ്റുന്നില്ല. ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന മുസ്ലിമേ, നാളെ ഒരു ജാണ് മുകളില് ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ അള്ളാടെ കോടതിയിലെ ജനങ്ങൾ നിൽക്കുമ്പോ ഒരു ജാണ് മുകളില് 15 ലക്ഷം കിലോമീറ്റർ മുകളിലല്ല ഈ സൂര്യനെ അള്ളാഹു താഴേക്ക് കൊണ്ടുവരികയാ. ഒരു ജാണ് മുകളിലേക്ക് റബ്ബ് സൂര്യനെ ഇറക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ചൂടൊക്കെ അന്നാണ് ചെറുപ്പക്കാരാ. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. മോനെ, ഇഷ്ടിക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? ആ ചെളിമണ്ണിനകത്ത് നിന്നുണ്ടാക്കുന്ന ഇഷ്ടിക എങ്ങനെയാണ് ചുമന്ന നിറമാകുന്നതെന്ന് നിനക്കറിയോ? മോനെ, പച്ചവിറകിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? അതിന്റെ അടുക്കൽ പോയിട്ടുണ്ടോ? അതൊന്നുമൊന്നുമല്ല ചെറുപ്പക്കാരാ, അതൊക്കെ നിസാരമാണോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്. അതാ ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയെ കണ്ടിട്ടുണ്ടല്ലോ? ആ കാള വണ്ടി വലിച്ചു കൊണ്ടുപോകുന്ന കാളയുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുന്നത് കാണുന്നല്ലോ.
ഇതുപോലെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് കാണാ മനുഷ്യന്മാരുടെ വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒഴുകുകയാ. പ്രസംഗം കേൾക്കുന്ന പെങ്ങള് ഫർദക്കകത്തുകൂടെ രഹിത നിന്റെ വിയർപ്പ് തുള്ളി ഇങ്ങനെ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, നിന്റെ വീട്ടിൽ അടുക്കളയിൽ ചോറ് വെക്കുമല്ലോ, കലത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുന്നത് കാണുന്നവളല്ലേ പെങ്ങള്. എങ്കിലും നാളെ അള്ളാഹുവിന്റെ കോടതിയില് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറിങ്ങനെ തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ഒരു ദിവസം വരാറുണ്ട്. ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്തേക്ക് അതാ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു ചെല്ലുകയാ. മാലിക്കേ, നരകത്തെ കൊണ്ടുവാ മാലിക്കേ, അള്ളാന്റെ കോടതിയിലേക്ക് നരകത്തെ കൊണ്ടുവരാ പറഞ്ഞിരിക്കുകയാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് എന്ന് പറയുമ്പോ മാലിക് എന്ന് പറയുന്ന നരകത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാ, എങ്ങനെയാ നരകത്തെ കൊണ്ടുവരുന്നത്? എങ്ങനെയാ നരകത്തെ കൊണ്ടുവരുന്നത്? അല്ലാഹുവിന്റെ കൽപ്പനയാണ് മാലിക്. സുബ്ഹാനല്ലാഹ്. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ വിളിക്കുകയോ അതാ പടച്ചവന് മീകായിൽ എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്ന ചങ്ങല എടുത്തുകൊണ്ടുവരാറ്, നരകത്തെ ബന്ധിപ്പിക്കാറുള്ള ചങ്ങല എടുത്തുകൊണ്ടുവരാറ്. അതാ മലക്കുകൾ 70,000 ചങ്ങലകൾ എടുത്തുകൊണ്ടുവരികയാണ്. 70,000 ചങ്ങല കൊണ്ടുവന്ന നരകത്തിന്റെ ഒരു ഭാഗത്തെ അവിടെ നിന്ന് ബന്ധിപ്പിക്കുകയാ. പടച്ചറപ്പേ, നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലുപ്പമല്ല, ആ ചങ്ങലയിലെ കൊളുത്തുണ്ടല്ലോ, ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ, ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങല കൊണ്ട് വന്ന് നരകത്തെ ബന്ധിപ്പിക്കുകയാണ്. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളോ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരികയാണ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിൽക്കുന്ന ജനങ്ങളെ കാണിക്കാറ് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ എവിടെയാ ഉസ്താദ്? അതാ കളിയാക്കിയ യുവത്വമേ, ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ നീ തന്നെ അല്ലാഹുവോട് പറയുകയാ, റബ്ബനാ അബ്സ്വറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്ന പടച്ചവര്, ആ നരകത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുറപ്പേ, തീ കണ്ടുറപ്പേ, വലിപ്പം കണ്ടുറപ്പേ, ശിക്ഷ കണ്ടുറപ്പേ. അല്ലാഹുവേ, എന്റെ ചെവി കൊണ്ട് ഞാൻ അതിന്റെ അട്ടഹാസം കേൾക്കുന്നു. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു പടച്ചവര്, എനിക്ക് വിശ്വാസമായി പടച്ചവര്, എനിക്ക് വിശ്വാസമായി പടച്ചവര്. അതുകൊണ്ട് ഫർജഅനാ, എനിക്കൊരവസരം കൂടെ തരുവോല്ലോ എന്ന് നാളെ പരലോകത്ത് കടന്ന് യാചിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഊതിയിട്ട് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പോകുമ്പോ ഉസ്താദന്മാര് പറയുമല്ലോ, വാപ്പാ 5 നേരം നിസ്കരിക്കൂ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ഒരു ദിവസം 5 നേരം ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നുണ്ട്. നിസ്കരിക്കാൻ പറയുമ്പോ പടച്ചവരെ നിസാരമാക്കുന്നവരുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ,
അള്ളാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ കടത്തിണ്ണയിലും കലങ്ങിന്റെ മുകളിലും പോസ്റ്റിന്റെ മുകളിലും വെറുതെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ ബാങ്ക് വിളിക്കുന്നടോ. ചെറുപ്പക്കാര് പറയുന്ന മറുപടി എന്തെന്നറിയോ? മുഅദ്ദിനിന്റെ ജോലി ചെയ്യുന്നു, അദ്ദേഹത്തെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാനാ, നിസ്സാരമാക്കുകയാ. നിസ്കാരം നടക്കുമ്പോ പള്ളിയിലെ ഇമാമിന്റെ ജോലിയാ നിസ്കരിക്കലൂ. പടച്ചവനെ, ചെറുപ്പക്കാർ നിസ്കരിക്കാൻ മടിയാട്, നിസ്കരിക്കാൻ പറയുമ്പോ വല്ലാത്ത മടിയാ. ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കണം. നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോ അതിനെ നിസ്സാരമാക്കുന്നവരുണ്ടല്ലോ. കള്ളുകുടിയെ കുറിച്ച് പറയുമ്പോ, വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോ, ഇതൊക്കെ പറയുമ്പോ നിസ്സാരമാക്കുകയാ. പരിഗണനയില്ല, കളിയാക്കല, പരിഹാസമാ. പടച്ചവനെ ഉസ്താദേ, നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല. ചെറുപ്പക്കാരൊക്കെ നിസ്കരിക്കാൻ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. എടാ, ബാങ്ക് വിളിക്കുന്നടാ, അത് മുഅദ്ദിന്റെ ജോലി ചെയ്യുന്നു. നിസ്കാരം അത് ഉസ്താദിന്റെ പണി നടക്കുന്നു. നമുക്കിതൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് വെള്ളിയാഴ്ച മാത്രം പോയാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാര് പറയുന്നു, മക്കളെ കള്ളു കുടിക്കരുത്. എടാ, ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ പോയാൽ നീ നരകത്തിലാ, നീ സ്വർഗത്തിലേക്ക് കടക്കൂല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിഹസിക്കുന്ന ഒരു കാലം, നിസ്സാരമാക്കുന്ന ഒരു കാര്യം. ഉസ്താദ്, നിങ്ങളൊക്കെ ഇങ്ങനെ നടന്നോ? നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞാലും നമ്മൾ മാറൂല. നമ്മളെ പരിഹസിക്കുന്ന കാലം. എടോ, ഇന്ന് തെറ്റ് ചെയ്യാൻ പേടിയില്ലടോ. ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും പണ്ട് ഒരു വീടി വലിക്കാൻ പേടിയായിരുന്നു. ഒരു വീടി വലിക്കാൻ പേടി. പടച്ചവനെ, എന്തെങ്കിലൊക്കെ തെറ്റ് ചെയ്യുമ്പോ ഒരു ഭയമുണ്ടായിരുന്നു മനുഷ്യന്. ഇന്നത് പോയി. ഇന്ന് മനുഷ്യന് ഭയമില്ല, അല്ലാഹ് കാണുന്നുള്ളൊരു ബോധമില്ല. കള്ളു കുടിച്ചാലും കഞ്ചാവടിച്ചാലും ഇന്നത്തെ ഉമ്മത്തിന് പേടിയില്ലടോ. നന്മയും ചെയ്യും, തിന്മയും ചെയ്യും, ഒരുപോലെ പേടിയില്ല. അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പേടിയില്ല ഇന്ന് തെറ്റ് ചെയ്യാൻ. നീ ഉമ്മത്തിന് യാതൊരു ഭയവുമില്ല. എടോ, ഭയമില്ലാതെ പോയി സമുദായത്തിന്. നിങ്ങൾ മനസ്സിലാക്കുന്ന, ഇവിടെ പ്രായമുള്ളവർ ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഉദാഹരണം പറയാം. ഒരു 15 വർഷം മുമ്പ്, ഇപ്പത്തെ കാര്യമല്ല, ഒരു 15 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുവോ? പറ, കുടിക്കുവോ? നിങ്ങൾ എന്താ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? കുടിക്കുവോ? നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുവോ? കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളിയിൽ വരുവോ? ഇല്ല. വ്യഭിചരിക്കുന്ന ഒരാൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരില്ല. നിസ്കരിക്കാൻ വരുന്ന ഒരാൾ വ്യഭിചരിക്കില്ല. പലിശ കച്ചവടം നടത്തുന്ന ഒരാൾ പള്ളിയിൽ വരില്ല. പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല. ഇത് പണ്ട്. ഇന്നലെയും പള്ളിയിൽ പോയല്ലോ. ഇന്നലെയും വെള്ളിയാഴ്ച നമ്മൾ ഇപ്പോഴും പള്ളിയിൽ പോകുന്നവരല്ലേ ജുമാ നിസ്കരിക്കാൻ? ഇവിടെ കള്ളും കുടിക്കും, നിസ്കരിക്കാൻ പള്ളിയിലും വരും. ഇപ്പൊ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വരൂലേ? കള്ളു കുടിക്കുന്നവർ നിസ്കരിക്കാൻ പള്ളി വരൂലേ? അത് ആലോചിക്കേ. ഇവിടെ കള്ളു കുടിക്കും, നിസ്കരിക്കാൻ പള്ളിയിലും വരും. പേടിയില്ലടോ. വ്യഭിചരിക്കുന്നവൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോലും വരില്ല. ഇപ്പൊ പള്ളി കമ്മിറ്റി കയറിയിരിക്കുന്നുണ്ട് പള്ളി പരിപാലിക്കാൻ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ പള്ളി പരിപാലിക്കുന്നവന്റെ യോഗ്യത എടുത്തു നോക്കിയാൽ കേസിലെ പ്രതികളായി മാറുന്നു. ഇവിടെ പലിശ, നിങ്ങൾ ആലോചിക്കുക, പലിശയുമായി ബന്ധപ്പെട്ട് ഇന്ന് പള്ളിയിലെ ഖത്തീബ് ദുആ ചെയ്യാറുണ്ട് നിസ്കാരം കഴിഞ്ഞ്. ആ സാധുവിന് തോന്നാറുണ്ട്, അല്ലാ ഞാനിത് ആർക്ക് വേണ്ടിയാ ചെയ്യണേന്ന്. കാരണം ആരും ആമീൻ പറയാറില്ല. ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, പടച്ചോനെ ഞാൻ ആർക്കല്ല ഇത് ചെയ്യണേന്ന്. ഇതങ്ങനെ അവസാനം ഞാൻ പണ്ട് പഠിച്ചു കഴിഞ്ഞ് ഞാൻ ജോലിക്ക് ഇറങ്ങിയപ്പോ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു വീട്ടിൽ ദുആയ്ക്ക് പോയി. മരണമില്ല, മരിപ്പങ്ങാണ്ട കഴിഞ്ഞതാ, 7 or 3 കണ്ടാന്ന് തോന്നുന്നു. ആ ചെറുപ്പക്കാരൻ, ഞാൻ ആ പ്രായത്തില് എന്നെ ദുആയ്ക്ക് വിളിച്ചോണ്ട് പോയി. ഞാനും ഒരു ഉസ്താദും കൂടെ ആ വീട്ടിൽ പോയി ദുആയൊക്കെ യാസീനൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോ ഞാനും ഉസ്താദ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. ആരും വരണില്ല, വീട്ടുകാരും വരണില്ല. അപ്പൊ എന്റെ കൂടെയുള്ള ഉസ്താദ് പറയുന്നുണ്ട്, കാക്ക ദുആ ചെയ്യാൻ പോവാ? ഇല്ല ഉസ്താദ് ചെയ്തോ. അവര് നമ്മളോട് ചെയ്യാൻ പറയാ. ഇവര് ചോറ് വിളമ്പിയിട്ട് നടക്ക. കുറെ നേരം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടും ആരും വരുന്നില്ല. ഉസ്താദ് ദുആ ചെയ്യാനാ പറയണേ. ഞാനപ്പോ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എന്റെ വാപ്പാടെ ഖബറിലേക്ക് എത്തിച്ചേക്കണേ അല്ലാന്ന്. കാരണം ഞാൻ എന്റെ വാപ്പായ്ക്ക് തന്നെ ഹദിയ ചെയ്തു. കാരണം ആ വീട്ടുകാർക്ക് ആർക്കും വേണ്ട. അപ്പൊ എന്റെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ തോണ്ടി, ഈ ചങ്ങാതിയുടെ വീട്ടിൽ ആരെങ്കിലും ഭരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കൊടുത്തേക്കണേ അല്ലാ. ഞാൻ അങ്ങ് ദുആ ചെയ്തു. കാരണം ഇന്നത്തെ അവസ്ഥ അതാടോ. പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോ ആമീൻ പറയുന്ന ശബ്ദം എവിടെ? അതൊക്കെ ജനറൽ ബോഡിയിലോ പൊതുയോഗത്തോ വരണം. ഇവനൊക്കെ നാവുണ്ടോന്ന് അറിയാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദ് ഇങ്ങനെ ഒരു ദിവസം യാദർശികമായി ദുആ ചെയ്യുമ്പോൾ പള്ളിക്കകത്ത് ഒരു ഹാമീം കേൾക്കുന്നുണ്ട്. ഉസ്താദിന് തന്നെ അത്ഭുതം, ആരാ അല്ലാഹ് ഇത്? ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഒരാൾ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു സഹോദരൻ ആമീൻ. ഉസ്താദിന് ഉഷാറായി. ആദ്യമായിട്ട് പള്ളിക്കകത്ത് ആമീൻ കേട്ടപ്പോഴത്തേക്ക് ഉസ്താദ് അങ്ങ് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹ് നീ സ്വർഗം കൊടുക്കണം, നല്ല മരണം കൊടുക്കണം. ഈ ചങ്ങാതിയുടെ ആമീന്റെ പവർ എല്ലാരും തല ഉയർത്തി നോക്കുന്നുണ്ട്. ആരാ അല്ലാഹ് ഇതെന്ന്? ആരാ അല്ലാഹ് ഇത്? അപ്പൊ ഉസ്താദ് ഈ ചങ്ങാതിയുടെ ആമീൻ കേട്ടപ്പോൾ ഒരു അത്ഭുതം. ഉസ്താദ് ഈ ചങ്ങാതിയെ നല്ലതുപോലെ ഒന്ന് നോക്കി. ഒന്നാമത്തെ സഫിൽ മുഅദ്ദിനിന്റെ തൊട്ടടുത്തിരുന്നിട്ട് ആമീൻ പറയുന്ന ചെറുപ്പക്കാരൻ, ആ സഹോദരനെ ഉസ്താദ് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു. രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആമീൻ പറയുന്ന ചങ്ങാതിയെ നല്ലതുപോലെ നോക്കിയപ്പോ അവന്റെ പോക്കറ്റിന്റെ അകത്തിരിക്കുന്നുണ്ട് നാളെയാണ് 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 ശനിയാഴ്ച ബമ്പർ, കാരുണ്യ ഓണ ബമ്പർ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോട്ടറി പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ടായി ഈ പഹയും പള്ളിക്കകത്തിരുന്ന് ആമീൻ പറയുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, തൊപ്പിയും താടിയും വെച്ച ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ലോട്ടറി വേണോ എന്ന് ആരെങ്കിലും ചോദിക്കുവോ? ഇപ്പോഴല്ല, നേരത്തെ ചോദിക്കുവോ? ചോദിക്കൂല. നമ്മളോട് ആരോടും വന്നിട്ട് നിങ്ങളോട് ചോദിക്കും, പക്ഷെ ജുബ്ബയും തൊപ്പിയിട്ട ഒരാളോട് വന്ന് ലോട്ടറി വേണോ എന്ന് ചോദിക്കത്തില്ല. പക്ഷെ കഴിഞ്ഞ ഓണത്തിന് എൻ്റെ അടുക്കൽ ഒരു അമ്മ വന്നിട്ട് ചോദിച്ചു 10 കോടി. കഴിഞ്ഞ വർഷത്തെ ഓണബമ്പർ എത്ര ആയിരുന്നപ്പാ? ഈ വർഷത്തെ ഓണബമ്പർ എത്ര? നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യൻ. പടച്ചവൻ ആർക്കും അറിയില്ല. ഉസ്താദെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു ഓണബമ്പർ 10 കോടി. 10 കോടിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ആ അമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കിത് എടുത്തുകൂടാ, പാവ, ഹറാമാ. ഞാൻ ആ അമ്മയോട് പറഞ്ഞു ഞങ്ങൾക്കിത് ഹറാമാ. അമ്മ എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. അമ്മ എന്നെ നോക്കിയിട്ട് വല്ലാതെ ഒന്ന് ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്തേ അമ്മയെ ചിരിക്കണേ? അല്ല, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാ ഞാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ അമ്മ ചിരിച്ചതിനർത്ഥം നമ്മുടെ സമുദായത്തിലെ ഒരു കാക്കാടെ കടയിലെ ഏജന്റായി അമ്മ. അതാ ആ പാവ എന്നെ നോക്കി ചിരിച്ചത്. എടോ, നിങ്ങൾ നിസ്സാരമാക്കണ്ട. ഞാൻ തന്നെ ജോലി ചെയ്ത ഒരു പള്ളിയിൽ ഒരു കട ഉദ്ഘാടനത്തിന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പള്ളി ജോലിയായി. ഒരു കട ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഒരു സഹോദരൻ ഓടി വന്ന് മുണ്ട അഴിച്ചിട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിറാജ് ഉസ്താദെ വയലൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ, ദുആ ചെയ്യണം, കച്ചവടത്തിലൊക്കെ ബർക്കത്തുണ്ടാകാൻ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ മുന്നോട്ട് നടന്നു പോയപ്പോൾ എൻ്റെ കൂടെ വന്ന സഹോദരൻ ചോദിച്ചു, ഉസ്താദ് അവൻ എന്ത് ജോലിയാണെന്നറിയോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അല്ല, ബർക്കത്തിന് ദുആ ചെയ്തു. എനിക്കറിയില്ല. ഞാൻ എന്ത് ജോലിയാന്ന്? ലോട്ടറി കടയാന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലോട്ടറി കട ഏതാ മനുഷ്യനെ കളിയാക്കുന്ന കാലമിടോ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് പള്ളിയിലെ ഖതീബിന് ഉസ്താദിന് വെള്ളിയാഴ്ച പള്ളിക്കകത്ത് കയറിയിട്ട് പലിശയെ കുറിച്ച്, വ്യഭിചാരത്തെ കുറിച്ച്, കള്ളുകുടിയെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? പറ്റൂല. ഉസ്താദ് പ്രസംഗിച്ചാൽ പള്ളിക്കകത്ത് ഇരിക്കുന്നവന്മാർ പറയുന്നു നമുക്കിട്ടാടാ താങ്ങുന്നതെന്ന്. കാരണം എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. കള്ളുകുടിയനുണ്ട്, എല്ലാ ടീമുണ്ട്. ഇതാ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭയം നഷ്ടപ്പെട്ടു പോകുന്നു. പേടിയില്ല, തെറ്റുകൾ ചെയ്യാനും ഭയമില്ല. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദന്മാർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ നിസാരമാ. കള്ളു കുടിക്കരുത് മക്കളെ. കള്ളു കുടിക്കുന്നവൻ ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ എത്തിയാൽ ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കുന്ന കള്ളു കുടിക്കുന്നവനെ കുറിച്ച്, അവന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കരുത്, അവന്റെ കൂടെ നടക്കരുത്, അവന്റെ കൂടെ ഇരിക്കരുത്, അവനുമായിട്ട് സഹകരിക്കരുത്, അവനോട് സലാം പറയരുത്. ഇതൊക്കെ ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കണം. ആരിപ്പാ നാളെ കഴിഞ്ഞ തോളി കൈയിട്ട് നടക്കേണ്ടവരാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കുപ്പിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് നടക്കുന്ന കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളുകുടി വല്ലാതെ, ഇപ്പൊ കള്ളു കുടിക്കുന്നവരൊക്കെ വളരെ കുറവാ ഇല്ലേപ്പാ? കള്ളു കുടിക്കുവോ ആരെങ്കിലും കള്ളു കുടിക്കുന്നവരുണ്ടോ? ഇപ്പൊ കള്ളുകുടിയൊന്നും ഇല്ല, കഞ്ചാവ് അടിക്കുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. കള്ളുകുടിയൊക്കെ പാവങ്ങള്, കൂലിപ്പണിയൊക്കെ എടുത്തിടക്കണ പാവങ്ങള്. ഇപ്പൊ അടിക്കണ എല്ലാം കഞ്ചാവ്, MDMഉം എന്തൊക്കെ സാധനങ്ങളാ. അള്ളാഹു ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. ഇതൊക്കെ പറയുമ്പോ ചോദിക്കും, ഉസ്താദ് ഒന്ന് വലിച്ചു നോക്കാൻ പറയും വേണമെങ്കിൽ പിള്ളേർ കളിയാക്കും നമ്മളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിതൊക്കെ പറയുമ്പോ നിസാരമാ. പെൺകുട്ടികളോട് പറയാ, മക്കളെ നിങ്ങള് വ്യഭിചരിക്കരുത്. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യരുത്. ആമ്പിള്ളാരുടെ കൂടെ നടക്കരുത്, പിടിക്കരുത്, തുടരുത്. പിന്നെ ഉസ്താദിന് കിട്ടാത്തോണ്ട് ഉസ്താദ് പറയണേ, ഓണമൊക്കെ അപ്പൊ കാണണം. പടച്ചോനെ, മൊബൈലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ മനോഹരമായ രീതിയിലുള്ള വീഡിയോകളാ ഫർദിയും ഹിജാബും ഇട്ട നമ്മുടെ ഉമ്മത്ത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഇന്നും മൊബൈലിൽ എടുത്തു നോക്കുമ്പോ എന്തെല്ലാം മനോഹരമായ വീഡിയോകൾ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മക്കളൊക്കെ നല്ല പുരോഗതിയാ.
ഒന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു പോയാ അള്ളാഹുവെ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ എനിക്ക് പേടിയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ 8 കൊല്ലം മുമ്പ്, റിയാസ് മൗലവിയൊക്കെ കേൾക്കണം കേട്ടാ, 8 കൊല്ലം മുമ്പ് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 അവസരമുണ്ടെന്ന് പ്രസംഗിച്ചു ഞാൻ. ഇപ്പൊ എനിക്ക് 29 കേസുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര എണ്ണുണ്ട്? 29 കേസിലെ പ്രതിയാ ഞാൻ. കൊലപാതകം ചെയ്തിട്ടല്ല, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന അവസരം പറഞ്ഞതിന്റെ പേരിൽ. ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കുമ്പോ ഇരിക്കൊന്നും വേണ്ട. ഈ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വഴുത കിടക്കുന്നുണ്ട്. ക്ലിപ്പ് എവിടെ നിന്നാണ്? അതാ ഈ ലൈവ് ഇടുമ്പോഴേ പേടിയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയടോ. പെണ്ണമ്പിള്ളെ അടിക്കുകയല്ല കേട്ടാ. ഭാര്യ ഒന്നും അടിക്കോ പിടിക്കോ ഒന്നും ചെയ്യരുത്. എല്ലാം കേസുകൾ എതിരായി വരുന്ന കാലം. ഞാൻ പറഞ്ഞു വന്നത്, എന്തെങ്കിലും പറയുമ്പോ നമ്മളെ പരിഹസിക്കുകയാ, വളരെ നിസ്സാരമായി കാണുകയാണ്, കളിയാക്കുകയാണ്. ഉസ്താദേ, നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനാണ്, ഞങ്ങളെ മാറൂല, ഞങ്ങള് മാറൂല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ ജീവിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ മക്കളെ, ഞങ്ങൾക്കൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങളൊക്കെ ജീവിച്ചോ. അള്ളാനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ നിങ്ങൾ നടന്നോ. ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞു തരുമ്പോ, ശരീഅത്തിന്റെ നിയമങ്ങൾ പറഞ്ഞു തരുമ്പോ അതിനെ നിസ്സാരമാക്കുന്നവരുണ്ടല്ലോ, അതിനെ കളിയാക്കുന്നവരുണ്ടല്ലോ, അതിനെ പരിഹസിക്കുന്നവരുണ്ടല്ലോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ നടന്നോ. പക്ഷേ നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങി പാടോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? പടച്ചവനെ, പരിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ പടച്ചവനെ എല്ലാവരും പറയും, ഉസ്താദേ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പരിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ ആയത്ത് ഇതാ. എങ്കിൽ അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? ചെറുപ്പക്കാരാ, പഠിക്കണം പുന്നമോരു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതാണെന്നറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു ചോദിക്കുകയാ, ജീവിതം ആസ്വദിച്ചുകൊണ്ട് നടക്കുന്നവര്, അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളെ കാറ്റിൽ പറത്തുന്നവര്, അല്ലാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസ്സാരമാക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു പറയുകയാണ്, നീയൊക്കെ എവിടെ പോകാനാ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീയൊക്കെ എവിടെ പോകാനാ? നമ്മൾ സാധാരണ പറയുമല്ലോ, ഓം തോടിയാൽ എവിടെ വരെ ഓടുമെന്ന്. ചെറുപ്പക്കാരാ, നീ എവിടെ പോകാനാടാ? അല്ലാഹു പറയുകയാ, നീയൊക്കെ എവിടെ പോയാലും അവസാനം എന്റെ മുമ്പിൽ തന്നെ നീ തിരിച്ചു വരുമല്ലോ. നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മളെ പടച്ചറബ് മടക്കി കൊണ്ടുപോകുമല്ലോ. അല്ലാഹു പറയുകയാ, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാ. എന്റെ പരിശുദ്ധമായ കലാമിനെ പരിഗണിക്കാതെ നടന്നവനു, അതിനവഗണിച്ച മനുഷ്യ, അല്ലാഹു പറയുകയാ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമോ. ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയിട്ട് ഈ ജീവിതം ആസ്വദിക്കുന്ന യുവത്വമേ, ഈ ഉസ്താദന്മാരെ പരിഹസിക്കുന്ന യുവത്വമേ, അല്ലാഹു പറയുകയാ, നിനക്കൊക്കെ വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്.
നിനക്കൊക്കെ വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹനെ മറന്നു പോകരുത്, അഹങ്കാരികളാകരുത്. പടച്ച റബ്ബിന്റെ ദീനിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളൊക്കെ ഇതിനെ അവഗണിച്ചുകൊണ്ട് നിസാരമാക്കിയിട്ട് അല്ലാഹനെ മറന്നു നടക്കുമ്പോ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഭയാനകമായ ശിക്ഷയെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, അല്ലാഹു ഭയാനകമായ ശിക്ഷ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ പരിഗണിക്കാത്തവർക്ക്, അതിനെ നിസ്സാരമായി കാണുന്നവർ, പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്നവർ, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു പറയുകയാ വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്സുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ വനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിന്റെ മുമ്പിൽ ഓതപ്പെട്ടിട്ട് ആ ആയത്ത് ഓതുന്നത് കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ. അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളോട്, പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമിനോട് ചോദിക്കുകയാ, ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും പറയുന്ന മറുപടി, ഉസ്താദേ വല്ലാത്ത പ്രയാസമാ, കച്ചവടമുണ്ടായിരുന്ന കടയായിരുന്നു, എല്ലാം തകർന്നു പോയി, ഒരുപാട് നഷ്ടമായി, ജീവിതം വല്ലാത്ത പ്രയാസമാണ്, സാമ്പത്തികമായി വല്ലാത്ത ഞെരുക്കമാണ്, സമാധാനമില്ല ഉസ്താദേ, സന്തോഷം നഷ്ടപ്പെട്ടു പോയി ഉസ്താദേ. പടച്ചവനെ നമ്മളിൽ അധികം പേരും പറയുന്ന ഒരു മറുപടിയാ, ജീവിതത്തിൽ വല്ലാത്ത ഒരു മാറ്റം വന്നു, എല്ലാം തകർന്നു പോയി, ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു, ഒരുപാട് പ്രതീക്ഷകളായിരുന്നു, എല്ലാം തകർന്നു പോയി. എന്തേ സംഭവിച്ചതെന്നറിയില്ല. കച്ചവടമുണ്ടായിരുന്ന കടയ്ക്കകത്ത് കച്ചവടമില്ല, സമാധാനമുണ്ടായിരുന്ന വീടിനകത്ത് സമാധാനമില്ല, സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി തകർന്നു പോയല്ലോ, വല്ലാത്ത പ്രയാസത്തിലാ. അതിന്റെ കാരണമാണോ പറയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമ് കേട്ടിട്ടോ പരിഗണിക്കാത്ത മനുഷ്യ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ. അല്ലാഹു നിന്റെ ദുനിയാവിലെ ജീവിതം അങ്ങ് ഇടുക്കമാക്കുകയാ. ദുനിയാവിലെ ജീവിതം വല്ലാത്ത ഇടുക്കമാക്കുകയാണ്. പഴയതുപോലെ കച്ചവടമില്ല, പഴയതുപോലെ സമ്പത്തില്ല, പടച്ചവനെ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, വല്ലാത്ത ഞെരുക്കമാണ്. ഉസ്താദേ പണമുള്ളവൻ പറയുകയാ, ആവശ്യത്തിന് പണമുണ്ട്, കിടക്കാൻ വീടുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, കൂടെ കിടക്കാൻ ഭാര്യയുണ്ട്, കൂടെ നടക്കാൻ മക്കളുണ്ട്, എല്ലാം ഉള്ളവനും പറയുന്നത് ഉസ്താദേ മരിച്ചാ മതി, ഉസ്താദേ മരിച്ചാ മതി, ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്ന ഉസ്താദ്. അതിന്റെ കാരണം എന്തെന്നറിയോ? അത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ, പടച്ച റബ്ബ് തന്ന ശിക്ഷയാടോ. നീ അല്ലാഹുവിന്റെ കലാമിനെ കളിയാക്കിയപ്പോ, അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിച്ചപ്പോ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ നിങ്ങളൊക്കെ നിസാരമാക്കിയപ്പോ, അല്ലാഹുവിന്റെ കലാം
കലാമല്ലേ, പടച്ച റബ്ബിന്റെ കലാമല്ലേ, അതിനെ പരിഗണിക്കാതെ വന്നപ്പോ അല്ലാഹു തന്ന ശിക്ഷയാ. ജീവിതത്തിലെ സർവ്വതം നഷ്ടപ്പെട്ടു പോയല്ലോ, സമാധാനം നഷ്ടപ്പെട്ടു പോയല്ലോ, എല്ലാം തകർന്നു പോയിട്ട് ഇന്ന് നിന്റെ ജീവിതം കണ്ണീരാണല്ലോ, നിന്റെ കുടുംബം ഇന്ന് ഉറക്കമില്ലാത്ത കുടുംബമായി മാറിയല്ലോ. അതിന്റെ കാരണമാ പറയുന്നത്, അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹ് അവന് കൊടുക്കുന്ന ശിക്ഷയാ. ഇവിടെ മാത്രമല്ല, ഇവിടെ മാത്രമല്ല, അല്ലാഹു പറയുകയാ, പടച്ചവനെ നാളെ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ. ദുനിയാവില് മാത്രമല്ല, ദുനിയാവില് മാത്രമല്ല, പടച്ചവനെ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. നിന്റെ കണ്ണ് കാണുന്നില്ല, നിന്റെ ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ തപ്പിത്തടഞ്ഞുകൊണ്ട് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ അല്ലാഹുവോട് ചോദിക്കുന്നു, അല്ലാ, ദുനിയാവിൽ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ റബ്ബേ, ചെവി കേൾക്കുമായിരുന്നല്ലോ റബ്ബേ, ഇന്നെന്തു പറ്റി പടച്ചവര്? കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, അല്ലാഹുവേ എന്തു പറ്റിയെന്ന് പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോ അല്ലാഹു പറയുകയാ, കാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് പറഞ്ഞതെന്നല്ലോ, മക്കളെ നീ പാവപ്പെട്ടവരെ സഹായിക്കൂ, യതീമീങ്ങളെ സഹായിക്കൂ. അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന സമ്പത്ത് നിനക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഒരു പരീക്ഷണ വസ്തുവാ. ഇത് പാവപ്പെട്ടവന്റെ അവകാശപ്പെട്ടത് കൊടുക്കട്, നീ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾക്ക് കൊടുക്കട്, രോഗികൾക്ക് കൊടുക്കട്, ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കട്. നിങ്ങൾ ഒരുപാട് സദഖ ചെയ്യട്. ഇതാണ് പ്രതിഫലമെന്ന് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ, ക്യാൻസർ പിടിച്ചവന്, മാരകമായ രോഗം പിടിച്ചവന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയിട്ട് കൊടുത്തില്ലല്ലോ, പരിഗണിച്ചില്ലല്ലോ, അവഗണിച്ചില്ലേ, നിസാരമാക്കിയില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച 15 മക്കള് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലിരുന്ന് ഹാഫിളീങ്ങളായിട്ട് ഇന്ന് സനദ് വാങ്ങിയിട്ട് നിരന്നിരിക്കുന്നല്ലോ. ഒരുപാട് മക്കള് പഠിക്കുന്ന സ്ഥാപനമാണല്ലോ. ഈ നാടിന്റെ വെളിച്ചമല്ലേ, ഈ നാടിന്റെ ഐശ്വര്യമല്ലേ. അൽഹംദുലില്ലാഹ്. ഉസ്താദേ, സ്ഥാപനത്തിനെ സഹായിച്ചവരോട് പറയുകയാ, ഈ 15 മക്കള് ഹാഫിളീങ്ങളായ മക്കള്, ഇവർക്ക് ഭക്ഷണം കൊടുത്ത ഉപ്പാ, നിനക്ക് എത്ര വലിയ പ്രതിഫലമാ റബ്ബ് തരുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പടച്ച റബ്ബ് ഖുർആനിലൂടെ പറയുകയാ, അല്ലാഹുവേ, നിങ്ങൾ ആ കലാമിനെ അവഗണിക്കാതെ വരുമ്പോ, അതിനെ നിങ്ങൾ നിസാരമാക്കുമ്പോ അല്ലാഹു തരുന്ന ശിക്ഷ നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെടുകയാ. ഹസ്റത്ത് ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു നിങ്ങൾക്കൊരവസരം തരികയാണ്, പടച്ച റബ്ബ് നിങ്ങൾക്കൊരവസരം തരികയാ. അൽഹംദുലില്ലാഹ്. ഈ 15 മക്കള് പടച്ച റബ്ബേ നിങ്ങൾ കൊടുത്ത ഭക്ഷണം കഴിച്ചവരാ, നിങ്ങളുടെ പലരുടെയും സഹായത്തിലൂടെയാണ് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം ഇവിടെ നടന്നു പോകുന്നത്. ഇതാടോ അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ ആരൊക്കെ സഹായിച്ചവരുണ്ടോ അവരുടെ ദുനിയാവ് ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കണേ. ഈ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച മക്കള്,
അൽഹംദുലില്ലാ 25 മക്കൾ. ഈ മക്കൾ ഈ പഠിക്കുന്ന 15 പേരല്ലേ ഇന്ന് 14 പേര് 14 മക്കൾ ഹാഫിളീങ്ങളായി. അള്ളാഹു ഈ മക്കൾക്ക് അള്ളാഹു ഖുർആൻ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. നിങ്ങളൊക്കെ ഭക്ഷണം കൊടുത്തിട്ടല്ലേ ഈ മക്കൾ പഠിച്ചത്. 25 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. അൽഹംദുലില്ലാ. അള്ളാഹു മക്കൾക്ക് നാഫിയ ഇൽമ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു സമ്പത്ത് തന്നിരിക്കുന്ന എന്തിനാ? അത് പരീക്ഷണ വസ്തുവാ. അത് അള്ളാഹു പരീക്ഷിക്കാൻ തന്നതാ. അത് നീ ചെലവഴിക്ക്, നല്ല കാര്യങ്ങൾക്ക് കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾക്കും യതീമീങ്ങൾക്കും പള്ളികൾക്കും രോഗികൾക്കും സ്ഥാപനങ്ങൾക്കും ഇതുപോലെയുള്ള മക്കൾക്ക് ഭക്ഷണം കൊടുക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇപ്പൊ സംഘാടക ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വരുന്നു. ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ടാൽ ആർക്കാ നേട്ടം? നിനക്കാ നേട്ടം, അള്ളാഹിക്കല്ല. നമ്മുടെ പൈസ അള്ളാഹിക്ക് വേണ്ട. നമ്മുടെ മുന്നിലേക്ക് ബക്കറ്റ് വരുമ്പോ ആ ബക്കറ്റിന്റെ അകത്ത് നമ്മുടെ കയ്യിലുള്ളത് എടുത്തു കൊടുത്താ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? നിനക്ക് വരാനിരിക്കുന്ന വിപത്തുകൾ സദക്ക തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അസ്സദഖത്തു റദ്ദുൽ ബലാ. വരാനിരിക്കുന്ന വിപത്തുകൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ ഇതെല്ലാവർക്കും അറിയാം. അറിയാത്ത ആരുമില്ല. ബക്കറ്റ് മുമ്പിൽ വരുമ്പോ നമ്മൾ പൊട്ടം കളിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കും. നിക്ക് ഉസ്താദെ പോലെ അവിടെ നിൽക്കി, ബക്കറ്റ് എടുക്കല്ലേ, എടുത്തവിടെ നിന്നോ. ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് വഴുത് കടിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെന്നു. താമസിച്ചു എന്ന് പറഞ്ഞ് ചാടി ബാത്റൂമിനകത്ത് കയറി തെറ്റിയടിച്ച് താഴെ വീണു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആര് വേണമെങ്കിലും വീഴാം, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ വീണു, നിലവിളി കേട്ടു, മക്കൾ ഓടി വന്നു, പൊക്കിയെടുത്തു. അൽഹംദുലില്ലാ, പെട്ടെന്ന് പൊക്കിയെടുത്തു. ഒന്നീ അസീസി അല്ലെങ്കിൽ നേരെ മെഡിക്കൽ കോളേജ്, എങ്ങോട്ടെങ്കിലും മെഡിസിറ്റി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയ ഉടനെ ഡോക്ടർ പറയുകയാ, ഐസിയുവിന്റെ വാതിൽ തുറന്നിട്ട് പറഞ്ഞ് AC-ക്കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാം. നേരെ അകത്തോട്ട് കയറ്റി. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറയുകയാ, ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട്, ഇത്തിരി സീരിയസ് ആണ്, സർജറി വേണം, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം. നാളെ രാവിലെ ഇവിടുത്തെ പ്രിൻസിപ്പാൾ ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിൽ നിന്റെ മോൻ വന്ന് നിൽക്കുന്നുണ്ട്. ഉസ്താദ് ചോദിച്ചു, എന്തിനാ മോനെ വന്നേ? ഉമ്മ പറഞ്ഞു വിട്ടതാ ഉസ്താദ്, ഇന്നലെ രാത്രി വാപ്പ ബാത്റൂമിനകത്ത് വീണിട്ട് വയ്യാതിപ്പോ ഹോസ്പിറ്റലിൽ കിടക്ക, ഉമ്മ വിട്ടതാ. എന്താ മോനെ? ഉസ്താദ്, കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസ ഉണ്ട്. ഉസ്താദ് മുത്തല്ലിങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ദുആ ചെയ്യണം, എന്റെ വാപ്പ രക്ഷപ്പെടാൻ. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് ദുആ ചെയ്യണം എന്നല്ല പറയുന്നത്, അതിനോടൊപ്പം ഒരു സദക്ക കൊടുത്തിട്ട് പറയാ ദുആ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പാവപ്പെട്ടവൻ കണ്ണിന്റെ മുമ്പിൽ വന്ന് ചോദിച്ചപ്പോ കൊടുക്കാൻ വയ്യ. ഭർത്താവിന് ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. എന്റെ സഹോദരിയുടെ മുമ്പിൽ ബക്കറ്റുമായിട്ട് വരുമ്പോ മിണ്ടാതിരുന്നു, ഒന്നും കൊടുക്കാൻ വയ്യ. ആ സഹോദരിയുടെ ശരീരത്തിൽ ഒരു മുഴ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒന്ന് ബയോപ്സി അയക്കണം, ക്യാൻസർ ആണോ എന്ന് ടെസ്റ്റിന് അയച്ചപ്പോ സ്വർണ്ണമോതിരം പള്ളിക്ക്. അൽഹംദുലില്ലാ. അപ്പം കൂരി കൊടുക്കാൻ അറിയാം. കാരണം നിങ്ങൾക്കറിയാം സദക്ക വിപത്തിനെ തട്ടിമാറ്റും, രോഗത്തിനെ മാറ്റും. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, 25 വിദ്യാർത്ഥികൾ പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന മക്കൾ, ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല. അള്ളാന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾ, ആ മക്കളുടെ ഭക്ഷണത്തിന് വേണ്ടി, അവരുടെ ചെലവിന് വേണ്ടി ബക്കറ്റ് നിന്റെ മുമ്പിലേക്ക് വരുന്നു. അള്ളാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം എടുത്ത ബക്കറ്റിന്റെ അകത്തിട്. നിനക്ക് വരാനിരിക്കുന്ന ദുരന്തം, നിനക്ക് വരാനിരിക്കുന്ന അപകടം, നിന്റെ ശരീരത്തിൽ ഏതു മാരക രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിലും ഈ സദക്കയ്ക്ക് അത് കരിച്ചു കളയാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാ, എന്റെ കയ്യിലുള്ളതിൽ ഒരൽപ്പം അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ബാത്റൂമിൽ വീഴാതെ തന്നെ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇടപെടിയാതെയും രക്ഷപ്പെടാൻ സദക്ക കൊണ്ട് കഴിയുന്നവർ നല്ല കാര്യം. എത്രയോ അപകടങ്ങൾ, ദുരന്തങ്ങൾ രക്ഷപ്പെടുന്നത് സദക്ക കൊണ്ടാ. എത്രയോ മാരകമായ രോഗങ്ങൾ. അള്ളാഹുവേ പടച്ചവനെ, ആരെല്ലാം ഈ മക്കളെ സഹായിക്കുന്നുണ്ടോ അവരെ നീ ഏറ്റെടുക്കണേ തമ്പുരാൻ. ഇനി പൊക്കോ. അൽഹംദുലില്ലാ. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ടെ, ഒന്ന് പോക്കറ്റ് കൈയിടോ എല്ലാരും. ഒന്നിട്ടോ. അൽഹംദുലില്ലാ. ഒന്നിട്ടോ, ചുമ്മാതിട്ടോ. പൈസ എടുത്തില്ലെങ്കിലും കൈയിട്ടോ, പോക്കറ്റിൽ പ്രതിഫലമുണ്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബക്കറ്റ് കൊണ്ടുപോകണ 2 പേര് ഇത്തിരി സ്പീഡ് കൂടുതലാട്ടോ. അപ്പൊ ഇത്തിരി സ്പീഡ് കുറച്ച് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ആമീൻ പറയട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ പറയുന്ന മൂന്നാമത്തെ ശിക്ഷ നിന്റെ സർവ്വതും ദുനിയാവും പോകും, ആഖിറവും പോകും. അല്ലാഹു നമുക്കിന്ന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ലോകത്ത് സമാധാനമില്ലടോ, പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന് സമാധാനമില്ല. വല്ലാത്ത പ്രയാസം. നമ്മളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ വളരെ പരിതാപകരമായുള്ള അവസ്ഥകൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ സമുദായം എന്താണ്? ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ഉമ്മത്ത് അഹങ്കരിക്കുമ്പോൾ മറ്റൊരു അവസരം മറ്റൊരു ഭാഗത്ത് നടക്കുന്നത് എന്താ? നമ്മൾ സാധാരണ പറയാറുണ്ട്, മാതാവ് പറയണ്ട്, ഉമ്മ പിതാവിനെ കാണിച്ചു തരും. ഉമ്മ ആരാണ് വാപ്പ എന്ന് മക്കൾക്ക് കാണിച്ചു കൊടുക്കും. മാതാവ് പിതാവിനെ കാണിച്ചു കൊടുക്കും. പിതാവ് ഗുരുവിനെ കാണിച്ചു കൊടുക്കും. ഗുരു ദൈവത്തെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഗുരു ദൈവത്തെ കാണിച്ചു കൊടുക്കുമെന്നാ. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ കാണുകയോ, പടച്ചോനെ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ടീച്ചർ ദൈവം ആരാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടവർ, ആ ടീച്ചർ കുട്ടികളോട് പറയുകയാ തല്ലാൻ. മുസ്ലിമായ ഒരു കുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തല്ലാൻ കാണിച്ചു കൊടുക്കുന്ന രംഗം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, മനുഷ്യൻ അധപ്പതിച്ചു പോയാൽ 4 കാലുകളെക്കാളും കഷ്ടമായി പോകുന്നു. ഖുർആൻ ബൽഹും അളല്ല്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ക്രൂരമായ രീതിയിൽ എങ്ങനെ കഴിയുന്നു? അല്ലാഹുവേ, പടച്ചവനെ, കൂടെ പഠിക്കുന്ന കുട്ടികളോട് പറയാ, ഒരു അധ്യാപക പറയുന്നു തല്ലാൻ. എവിടെയാ നിൽക്കുന്ന ഈ രാജ്യം? നിങ്ങൾ ചിന്തിക്കടോ. ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എവിടേക്കാ മനസ്സിലാക്കേണ്ടത്? എനിക്ക് ഈ അടുത്ത് മരണപ്പെട്ടു പോയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പണ്ട് ഒരു കുട്ടി ഒരു കത്തെഴുതുമ്പോൾ പറയുന്നുണ്ട്, എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വീടില്ല, ഒരു വീട് വെക്കാൻ സഹായിക്കണോ. നമ്മളെ കൂടെ പഠിക്കുന്ന എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വീടില്ല, അതുകൊണ്ട് വീട് വെക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് മുൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ, പണ്ടങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സുഖമില്ല എന്നറിഞ്ഞാൽ സഹായിക്കാൻ ആ ക്ലാസ്സിലെ കുട്ടികൾ, ആ സ്കൂളിലെ കുട്ടികൾ മുഴുവനും തയ്യാറാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കൂടെ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ആ ടീച്ചർ ഓരോ കുട്ടികളോട് അടിക്കാൻ പറയുമ്പോഴും ചില കുട്ടികൾക്ക് അടിക്കാൻ പറ്റുന്നില്ലടോ. കൂട്ടുകാരനായ പൊന്നുമോൻ അടിക്കാൻ. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ മറുഭാഗത്ത് എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു ഉമ്മത്തിന് സമാധാനം നൽകുമാറാകട്ടെ. അല്ലാഹു ഉമ്മത്തിന് ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനമില്ലടോ നമുക്ക്. ചിരിയും കളിയൊക്കെ ഉണ്ട് എനിക്കും നിങ്ങൾക്കും. എല്ലാവർക്കും നല്ല നല്ല വസ്ത്രമുണ്ട്, വണ്ടിയുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സമാധാനം കിട്ടുന്നില്ല. പലരും പറയുന്നത്, ഉസ്താദെ, നല്ല കച്ചവടമുണ്ടായിരുന്ന കടയായിരുന്നു, സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു, ഇപ്പൊ എല്ലാം പോയി ഉസ്താദെ, എന്തോ പ്രയാസം, സമാധാനമില്ല. അല്ലാഹു നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. എന്താ ഇതിന്റെ കാരണം? സമാധാനം കിട്ടാനുള്ള വഴി എന്താണ് സമാധാനം കിട്ടാൻ? ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഒരു വീട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സകന. വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും. അതുകൊണ്ടാണ് ഊട്ടിയിലാണെങ്കിലും കൊടൈക്കനാലിലാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും മൈസൂരിലാണെങ്കിലും എവിടെ കറങ്ങാൻ പോയാലും അവസാനം പറയണ എന്താ? വീടെത്തിയാ മതിയായിരുന്നു പടച്ചോനെ, സമാധാനം. വീട് സമാധാനം കൊടുക്കും. എന്നാൽ ഇന്ന് നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല. ഇന്ന് നമ്മുടെ വീടിനകത്ത് സന്തോഷമില്ല, ഒരു ബർക്കത്തില്ല, റഹ്മത്തില്ല, റഹ്മത്തിന്റെ മാലാകമാരില്ല. ഭാര്യയും ഭർത്താവും തമ്മാക്ക് തണ്ട് കഴിഞ്ഞാൽ കീരിയും പാമ്പിനെ പോലെ ആകെ ഇല്ലാത്ത പ്രയാസം, സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മുടെ വീടുകളിൽ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ചിലർ ചോദിക്കണം, ഉസ്താദെ, കന്നിമൂല ശരിയാകാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അടുക്കള ഇങ്ങോട്ട് വന്നത് കൊണ്ടാണോ, ബാത്റൂം അവിടെ ഇരിക്കുന്നത് കൊണ്ടാണോ, വാതിൽ ഇങ്ങോട്ടായത് കൊണ്ടാണോ? അങ്ങനെ ചില വസ്വാസുകൾ. അതൊന്നുമല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ വീടിനകത്ത് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിനകത്തുണ്ടായിരുന്ന സർവ്വ ബറക്കത്തും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ വീടിനകത്തുള്ള എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്താണ്? ആ ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതിനുള്ള യഥാർത്ഥ ഒരു കാരണം ഞാൻ പറഞ്ഞു തരാം. 10 മണി കഴിഞ്ഞു, ഇൻഷാ അല്ലാഹ്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു, ഇനിയും 15 മിനിറ്റ് ഉണ്ടല്ലോ. ആൾക്കാർ ചിലർ വാച്ചൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ട്, ഞാൻ കാണാനായിരിക്കും. ഇനിയും 15 മിനിറ്റ് ഉണ്ട്. എടോ, നിങ്ങളുടെ വീടിനകത്ത് ആരെങ്കിലും തകട് കുഴിച്ചിട്ടതൊന്നും അല്ല പ്രശ്നം.
എന്താണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആകാൻ, സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഒറ്റ ഒരു കാരണമേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് കരയുന്നുണ്ട്. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിലിരുന്ന് കരയും. ആ കണ്ണുനീര് നല്ലതല്ല. നിങ്ങളുടെ വീടിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം നിങ്ങളുടെ വീടിനകത്തിരുന്ന് ഒരാൾ കരയുന്നുണ്ട്. ഇന്ന് വയല് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ആ കണ്ണുനീര് നിങ്ങൾ തുടച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് മുതൽ സന്തോഷവും സമാധാനവും ആ റഹ്മത്തും ബറക്കത്തും എല്ലാം അല്ലാഹ് തിരിച്ചു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹു നമ്മെ പൈസ ഒന്നും ചോദിച്ചില്ല. വയല് കഴിഞ്ഞ് വീട്ടിൽ പോകുക, വീടിനകത്തിരുന്ന് കരയുന്ന ആളുടെ കണ്ണുനീര് തുടയ്ക്കുക. എല്ലാം തീരും, എല്ലാം തിരിച്ചു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ. വീട്ടിൽ ഖുർആനുള്ളവരൊക്കെ കൈവക്കിക്കേ. അൽഹംദുലില്ലാ. അല്ലാഹു അർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ. ഇന്ന് ഖുർആൻ തൊട്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. താഴ്ത്തിയിട്ടു. ഇപ്പൊ മനസ്സിലായോ? ഒരു വീടിനകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ട്. ഒരു വീടിനകത്ത് അള്ളാന്റെ പരിശുദ്ധമായ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ആ കണ്ണുനീര് വീണാൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹ് കാക്കുമാറാകട്ടെ. ഖുർആനിന്റെ കണ്ണുനീര് വീണാൽ ആ വീട് രക്ഷപ്പെടുവോ? ഉറക്കപ്പറ രക്ഷപ്പെടുവോ? ഇപ്പൊ മനസ്സിലായോ എന്താ കാരണം? പണ്ട് നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, ഇവിടെ നമ്മൾ എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്ത് വീട് വെച്ചാലും നമ്മളൊക്കെ ജനിച്ചു വളർന്ന ആ കുടുംബ വീടെന്ന് പറയുന്ന ഒരു ചെറിയ വീട്ടിൽ കിട്ടിയ സന്തോഷം ഈ കൊട്ടാരത്തിൽ കിട്ടൂല. എന്തേ കാരണം? അന്ന് വലിയ വാർപ്പ് വീടോ AC ഒന്നുമില്ല. എല്ലാം കൂടെ ഒരു ഹാള് കാണും. പടച്ചവനെ നിരന്ന് കിടക്കും. ചിലപ്പോ ഈ ഉടുത്ത മുണ്ടായിരിക്കും എടുത്ത് പുതയ്ക്കണത്. സുബ്ഹാനല്ലാഹ്. അന്ന് ഡബിൾ കോട്ട് കട്ടിലോ മെത്ത എന്താന്ന് പോലും അറിയത്തില്ല. ഒരു പുതപ്പ് വിരിച്ചിട്ട് കിടക്കും. എന്നാ സുഖമെന്നറിയോ? അതിന്റെ കാരണം എന്തെന്നറിയോ? നമ്മുടെ ഉമ്മ. മരിച്ചുപോയവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മ മഗ്രിബിന് മുമ്പ് ഉളുവെടുത്തിട്ട് നിസ്കാര പായിൽ വന്നിരിക്കും. എന്നിട്ട് പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ ഇരുന്ന് ദിക്ർ പറയും. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു, ഫർള് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഉമ്മ നേരെ ഖുർആൻ എടുക്കും. അള്ളാന്റെ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, സൂറത്തു റഹ്മാൻ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്ത് ഓതും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ. നമ്മുടെ ഉമ്മ സൂറത്തുൽ വാഖിഅ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏത് വീട്ടിലാണോ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത് അല്ലാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. വാപ്പ എങ്ങനാ 3 പെങ്ങന്മാരെ സ്ത്രീധനവും കൊടുത്ത് കെട്ടിച്ചത്? പിരിവെടുത്തിട്ടായിരുന്നില്ല. കൂലിപ്പണിക്കാരനായ വാപ്പ ലോൺ എടുത്തിട്ടല്ല പെങ്ങളെ കെട്ടിച്ചത്. സൂറത്തുൽ വാഖിഅ ഏത് വീട്ടിൽ ഓതുന്നോ ആ വീട്ടിൽ ദാരിദ്ര്യമില്ല. സൂറത്തുൽ മുൽക്ക് പള്ളിപ്പറമ്പിൽ പോകുമ്പോൾ അറിയാം അതിന്റെ മഹത്വം. സൂറത്തു റഹ്മാൻ, റഹ്മത്തിന്റെ മാലാകമാര് നിന്റെ വീട്ടിൽ വരും. സൂറത്തു റഹ്മാൻ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നോ അവിടെ അള്ളാന്റെ മലക്കുകൾ വരും. സൂറത്തു സജദ ഉംറ ചെയ്ത കൂലി. സൂറത്തു യാസീൻ എന്തിനാണോ ഓതിയത് അള്ളാഹു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ ഉമ്മ മഗ്രിബ് കഴിഞ്ഞാൽ ഈ 5 സൂറത്തുകൾ ഓതാതെ ഉറങ്ങില്ല. ഇപ്പൊ നമ്മുടെ വീട്ടില് മഗ്രിബ് കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണും പിള്ള റിമോട്ട് എടുക്കും, ഏസ്നെറ്റ് ഇടും, മലയാള മനോരമ ഇടും, പിന്നെ ഇങ്ങനെ കൈരളിയിടും, സൂര്യ ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയുകയാ, നിങ്ങൾക്ക് അല്ലാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം തരണോ? ഇന്ന് വഅദ് കഴിഞ്ഞ് ഈ ഹാഫിളീങ്ങളായ മക്കളെ സാക്ഷി നിർത്തി ഇന്ന് ഇവിടെ ഇരുന്ന് തൗബ ചെയ്തിട്ട് വീട്ടിൽ പോകണം, ഒളുവെടുക്കണം, വീട് തുറക്കണം, അകത്ത് കയറണം. ചെലന്തി വല കാണും, ചിലപ്പോ പൊടി കാണും. ആ ഖുർആനിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടച്ചു കളഞ്ഞിട്ട് അൽഹംദുലില്ലാ അതൊന്ന് തുറന്നിട്ടൊന്ന് ചുംബിച്ച് ആ കണ്ണുനീര് തുടയ്ക്ക്. നിനക്ക് അല്ലാഹു എല്ലാം തിരിച്ചു തരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ?
വേണ്ടവര് ചെയ്യപ്പ, എനിക്കൊരു നിർബന്ധവും ഇല്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്ക് ബർക്കത്തുണ്ടാക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും ഓതല്ലേ, ഖുർആൻ എടുക്കൂലേ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കണം. എല്ലാ ദിവസവും ഒരു സൂറത്തെങ്കിലും പാരായണം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സൂറത്തെങ്കിലും പാരായണം ചെയ്യൂലേ? 114 സൂറത്തുണ്ട്. ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ, ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ. 3 ആയത്ത്. ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അതിനെക്കാളും ചെറിയ സൂറത്തൊന്നുമില്ല. അൽഹംദുലില്ലാഹ്. ഏതെങ്കിലും ഒരു സൂറത്ത് ഖുർആൻ നോക്കി ഓത്, കാണാതെ ഓതുന്നത് നമ്മുടെ ഉസ്താദ് എപ്പോഴും പറയും, കണ്ടു ഓതല ഏറ്റവും പ്രതിഫലം കൂടുതൽ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ജഡങ്ങായി നിങ്ങൾ കണ്ടോതുന്നതിനല്ലേ പ്രതിഫലം കൂടുതൽ? എന്ത് ചെയ്യണം? ഖുർആൻ എന്തോതണം? കാണാതെ ഓതാൻ അറിയെങ്കിലും കണ്ടോതുന്നതിന് പ്രതിഫലം കൂടുതലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സൂറത്ത് പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ 10:30 ഇൻഷാ അല്ലാഹ്. 10:22 നിർത്തിക്കൂടെ? അപ്പൊ രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അരക്കയ്യന്മാരുണ്ടല്ലോ. അപ്പൊ അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ സൂറത്തിനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടാൽ തന്നെ സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സൂറത്തിനെ ഓതണോ? ഇഷ്ടപ്പെട്ടാ മതി. ഒരു ഖുർആനിലെ ഒരു ചെറിയ സൂറത്തിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകും. അല്ലാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏത് സൂറത്ത്? സൂറത്ത് ഖുർആനിൽ 114 സൂറത്തുണ്ട്. 112ാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ഇഖ്ലാസ്. ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്തിനെ സ്നേഹിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഇമാമ് എപ്പം നിസ്കരിക്കുമ്പോഴും ഇഖ്ലാസാ ഓതുന്നേ. ഞങ്ങളുടെ അമീർ എപ്പം നിസ്കരിക്കുമ്പോഴും ഏത് സൂറത്താ ഓതണേ? ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്ത് മാത്രമേ ഓതണല്ലോ. അതുകൊണ്ട് വലിയ സൂറത്തുകൾ ഓതുന്നില്ല എന്ന് നബിതങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ ഈ സ്വഹാബിയോട് നബിതങ്ങൾ ചോദിച്ചു, നിനക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്, നീ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു, എന്തേ കാരണം? അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാ. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, വേറെയും ഖുർആനിൽ സൂറത്തുണ്ടല്ലോ, 114 ഉണ്ടല്ലോ, ഈ ഒരു അധ്യായത്തിനോട് മാത്രം ഇത്ര സ്നേഹമെന്തേ? അപ്പൊ സഹാബി പറഞ്ഞു, അള്ളാഹയെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്താ. അള്ളാഹയെ കുറിച്ച് പറയുന്ന സൂറത്താ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ, അതുകൊണ്ടാണ് ഞാൻ ഓതുന്നത്. നബിതങ്ങൾ പറഞ്ഞു, പൊക്കോളെ. ആ സ്വഹാബി നടന്നു പോകുമ്പോ കൂടെ നിന്നവരോട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നബിയിന റസൂലുള്ളാഹി. ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ സൂറത്ത് അറിയാത്ത ആരുമില്ലടോ. എല്ലാവർക്കും ഓതാൻ അറിയാം. മദ്രസയിൽ പോയിട്ടില്ലാത്ത മനുഷ്യനും ഈ സൂറത്ത് ഓതാൻ അറിയാം. ഇന്നു മുതൽ നമുക്ക് പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് ചെയ്യുന്നവന് അല്ലാഹു 6 പ്രതിഫലം തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഈ ഒറ്റ സൂറത്ത് ഓതുന്ന മനുഷ്യൻ എത്ര പ്രതിഫലം? 6 പ്രതിഫലം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 10 മിനിറ്റ് ഇരിക്കൂലേ ഇൻഷാ അല്ലാഹ്? ഈ 10 മിനിറ്റ് അൽഹംദുലില്ലാ, ഒരു 10 മിനിറ്റ് ഇരിക്ക്. ഈ 6 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1ാമത്തെ പ്രതിഫലം അർദുൽ ഉംറ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തി മക്കളെ പോലും അറിയാത്തൊരവസ്ഥ. അല്ലാഹു കാക്കുമാറാകട്ടെ. റിയാസ് ഉസ്താദാണെന്ന് തോന്നുന്നു, അത് എനിക്ക് മുമ്പ് ആരോ അവരുടെ 25 കൊല്ലമായിട്ട് ഉസ്താദിനെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാലായിരുന്നു. ഉസ്താദ് പറഞ്ഞു, 25 വർഷമായി തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ കുറിച്ച്. ആ ഉസ്താദിന്റെ പൊരുത്തം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു ഭാഗ്യം, ഓർമ്മ എപ്പോഴും ഉണ്ടാകും. ഈ ഉസ്താദന്മാരൊക്കെ മരിക്കുന്ന സമയം അവർ പറയണം, ഞങ്ങൾക്ക് പഠിപ്പിക്കണം. ഇതാ അവരുടെ ചിന്ത.
അള്ളാന്റെ ഖുർആനിനെ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, അവരുടെ ബുദ്ധി മറിഞ്ഞു പോകൂല. ഇത് ഭാര്യയാണ്, ഇത് മകനാണ്, ഇത് കൂടപ്പറപ്പാണ്, ഇത് കൂട്ടുകാരനാണ്. മരിക്കുന്ന ദിവസവും ഓർമ്മയുണ്ടാകും. മരിക്കുന്ന ദിവസവും ഓർമ്മയുണ്ടാകും. കുടുംബക്കാര് തന്നെ ആഗ്രഹിക്കാറില്ലേ? സ്വന്തം മക്കൾ തന്നെ ആഗ്രഹിക്കാറില്ലേ വാപ്പ ഒന്ന് മരിക്കാൻ? കിടന്ന് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു ഉസ്താദെ, സങ്കടം വരുന്നു ഉസ്താദെ. എന്താണോ ഹൈറ് നടക്കുന്നത്? ഞാൻ മരണമാണ് ഹൈറെങ്കിൽ നടത്താൻ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്ന അവസ്ഥ. അല്ലാഹു കാക്കുമാറാകട്ടെ.